ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ നമ്മുടെ മുന്നിൽ ഇപ്പം ഇന്ന് ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രാക്സസിൻ്റെ ഫോർഡ് റാപ്റ്ററാണ് കേട്ടോ. ഇത് സംഭവം 2 വീൽ ഡ്രൈവാണ്, 4 വീൽ ഡ്രൈവ് വരുന്നില്ല, 2 വീൽ ഡ്രൈവാണ്. ഫോക്സ് എഡിഷനാണ്. അതേ ഫോക്സിൻ്റെ സ്റ്റിക്കർ സംഭവങ്ങളൊക്കെ ഉണ്ടോ, ട്രാക്സസ് റാപ്റ്ററിനൊക്കെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്, ഫോക്സ് ഫാക്ടറി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെന്ന് കുറച്ച് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. സംഭവം ഇതിൻ്റെ ഗ്രില്ലൊക്കെ ഉണ്ടോ, ഫോർഡിൻ്റെ ഒരു നൈസ്, അതായത് ശരിക്കുള്ള വണ്ടിയുടെ ഇങ്ങനത്തെ ഒരു ഗ്രില്ലുണ്ട്. ഫോർഡ് റാപ്റ്റർ നിങ്ങൾ റിയൽ വണ്ടി ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്കൊരു ഗ്രില്ലുണ്ട്, ആ സെയിം സംഭവം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ അത്യാവശ്യം കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേസി കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ അടിഭാഗം. ഇവിടെ ട്രാക്സസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സെൻറ്ററിൽ ഗ്രൗണ്ട് ക്ലിയർനെസ് അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടുന്ന് ഹൈറ്റും ഇങ്ങനെ വന്നിട്ട് അങ്ങനത്തെ സെറ്റപ്പ്. ബാക്കിലാണ് ഇതിൻ്റെ മോട്ടറൊക്കെ ഇരിക്കുന്നത്. അല്ലേ പിന്നെ കൂരിയെടുക്കാം. ഓ കമോൺ, യെസ് ഗൈസ്, നമ്മളത് ഊരി. ഗൈസ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ചേച്ചി വരുന്നത്. ഭയങ്കര സെൻസിബിളാണ് കേട്ടോ സസ്പെൻഷൻ. നമ്മളിത് ഇവിടെ ഒരു സ്പേസർ ഇട്ട് കൊടുത്തിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. സ്പേസർ ഇട്ട് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും സസ്പെൻഷൻ്റെ. അപ്പോൾ അതെ ഇവിടെ ട്രാക്സസിൻ്റെ റിസീവർ ബോക്സ് വരുന്നുണ്ട്. ഇത് സംഭവം ഫുള്ളി വാട്ടർ പ്രൂഫാണ്, അതായത് ഇതിലോട്ടൊന്നും വെള്ളം കയറത്തില്ല. കാരണം റിസീവർ എന്ന് പറഞ്ഞാൽ നനഞ്ഞ അടിച്ചു പോണ സംഭവമാണ് റിസീവർ. അപ്പോൾ ഇതിനാണ് ഇങ്ങനെ ഒരു സീൽഡ് ബോക്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തോട്ട് വെള്ളം കയറില്ല, അപ്പോൾ അത് പേടിക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഇത് ട്രാക്സസിൻ്റെ XL5 എന്ന് പറഞ്ഞിട്ട് ഒരു ESC ആണ് ഇതിൽ വരുന്നത്. ഇത് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് ആണ് കേട്ടോ. ഞാൻ ഓണായി കാണിച്ചുതരാം സംഭവം. സംഭവം ഇപ്പോൾ ഓണായി, ഓഫ് ചെയ്തു. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വെക്കാനുള്ള ഒരു സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇത് ഇവിടെ സെർവോ വരുന്നുണ്ട്. സെർവോ ഒക്കെ വാട്ടർ പ്രൂഫാണ് കേട്ടോ, എല്ലാം വാട്ടർ പ്രൂഫാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ ചെളിയിൽ എങ്ങനെ വേണമെങ്കിലും ഇട്ട് ഓടിക്കാം. പിന്നെ ഇത് ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഇത് ബ്രഷ്ഡ് വെർഷൻ ആട്ടോ സംഭവം. പട്ടിയോ, വീട്ടിലെ പട്ടിയാണല്ലേ, പട്ടി വന്നാൽ ഓടിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം, മോട്ടർ, ഗിയർ സിസ്റ്റം. ക്ലച്ചൊക്കെ ഉള്ള മോഡലാണ് കേട്ടോ. സ്ലിപ്പർ ക്ലച്ചൊക്കെ ഉണ്ട് ഈ സാധനത്തിന്, വേറെ ലെവൽ ഐറ്റമാണിത്. റിയൽ കാറിൻ്റെ സെറ്റപ്പ് തന്നെ. ബാക്കിലൊരു ഇത്രയും ഇങ്ങനൊരു ബമ്പർ, ഫ്രണ്ടിലും അതേപോലെ ഒരു ബമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചേസ്. ഇത് 2 സൈഡിലും ട്രാക്സസ് എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യുന്നത്. ട്രാക്സസിൻ്റെ ഒറിജിനൽ സെർവോ. ഇനിയിപ്പോൾ ഇതിലെന്താ പറയാനുള്ളത്, ഇവിടെ ഹോൾഡ് പിടിക്കാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ വണ്ടി. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയർനെസ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കൂട്ടി, ഇവിടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. സംഭവം കൊള്ളാം. 2 വീൽ ഡ്രൈവ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ലാഷ് എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങുന്നുണ്ട്. അതായത് ബോഡി മാത്രമേ വ്യത്യാസമുള്ളൂ, ഏകദേശം ചേച്ചിയൊക്കെ സെയിം തന്നെ. പക്ഷേ അതിൻ്റെ 4 വീൽ ഡ്രൈവ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അന്നേരം റേറ്റ് കൂടും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിമോട്ട് ഓണാക്കി. റിമോട്ട് ഇത് ശരിക്കും ഇതിൻ്റെ റിമോട്ടല്ല കേട്ടോ, ഇത് ആർമയുടെ റിമോട്ടാണ്. ഇത് നമ്മൾ ബോട്ടിനൊക്കെ യൂസ് ചെയ്ത റിമോട്ടാണ്. നമ്മൾക്ക് ഇതിൽ ട്രാക്സസിൻ്റെ റിമോട്ടാണ് വരുന്നത്. നമ്മളപ്പോൾ മാറ്റി വെക്കും. അതായത് ഹോബി ഗ്രേഡ് RCcarന് റിമോട്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ ഈ റിസീവർ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സംഭവം സെറ്റാണ്. അതായത് ബ്രഷ്ഡ് വെർഷൻ ആയതുകൊണ്ട് ഒരുപാട് വലിയ സ്പീഡില്ല ഇതിന്. അത് അപ്ഗ്രേഡ് ചെയ്താലേ ഇതിൻ്റെ സ്പീഡ് സെറ്റപ്പ് വരുള്ളൂ. ബ്രഷ്ലെസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ബ്രഷ്ഡ് വെർഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോഡിയും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. നമുക്കപ്പോൾ ഓടിക്കാം. ഓ സ്കിഡ് വാവ്. ഗൈസ്, പിന്നെ ഇതേ ട്രാക്സസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ESCയിൽ 3 മോഡുണ്ട്.
അതായത് നമുക്ക് 3 മോഡിൽ ഓടിക്കാൻ പറ്റും. അതായത് ആദ്യമായിട്ട് ഇപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ട്രെയിനിങ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. പിന്നെ റേസ് പർപ്പസിന് മാത്രമാണെങ്കിൽ റേസ് മോഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ സ്പോർട്ട് മോഡുണ്ട്. അതായത് ഇതിപ്പോൾ ഗ്രീൻ കത്തിരിക്കുക, നമ്മളിപ്പോൾ AC ഓഫ് ചെയ്തു. അതായത് ഇനി മോഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഇനി AC ഓൺ ആക്കാൻ നേരത്ത് ലോങ് പ്രസ് ചെയ്യാം, ഗ്രീൻ കത്തും. ഇനിയിപ്പോൾ റെഡ് കത്തും. ഒരു കണ്ട ഇനി ഒരു ബ്ലിങ്ക് ചെയ്യും. കണ്ട ഈ ബ്ലിങ്ക് സാധാ സ്പോർട്ട് മോഡാണ്. അതായത് നോർമൽ വണ്ടിയുടെ ഉള്ള പെർഫോമൻസ് ഇപ്പോൾ കാണിക്കും. ഇതാണ് സ്പോർട്സ് മോഡ് എന്ന് പറയുന്ന സംഭവം സെറ്റ് ചെയ്യണത്. ഇനി റേസ് മോഡ് കാണിച്ചു കേട്ടോ. നമ്മൾ വീണ്ടും ഓഫ് ചെയ്യുക, പിന്നെ ഒന്നും കൂടി സെറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ബ്ലിങ്ക് സ്പോട്ട്, പിന്നെ രണ്ടാമത്തെ ബ്ലിങ്ക് കണ്ടോ. രണ്ടാമത്തെ ബ്ലിങ്കിൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇത് നോക്കിയോ കണ്ടോ, ബാക്കോട്ടില്ല. അതായത് ഫ്രണ്ട് മാത്രമേ പോവുള്ളൂ, ബാക്കോട്ട് പോവില്ല. അതായത് ഫുള്ള് ട്രാക്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ, അതായത് റിവേഴ്സ് വരില്ല ആ ഒരു മോഡിന്. എന്ന് വെച്ചാൽ ഫുള്ള് സ്പീഡ് ഫോർവേഡ് ആയിരിക്കും. പിന്നെ ഇനി ട്രെയിനിങ് മോഡ് കാണിച്ചു തരാം. AC ഓഫ് ചെയ്തു, ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്ത് കുറച്ച് റെഡ് കത്തി, രണ്ടാമത് കത്തി, മൂന്നാമത് കത്തുമ്പോഴത്തേക്കും വിട്ടോണം. മൂന്നാമത് കത്തി. ഇത് ട്രെയിനിങ് മോഡാണ്. അതായത് കണ്ടോ പതിയെ വണ്ടി പോകത്തുള്ളൂ. നമ്മൾ ഫുൾ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാലും വണ്ടി പതിയെ പോകത്തുള്ളൂ. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ RCcar ഓടിച്ചിട്ടില്ല, ഫസ്റ്റ് ഓടിച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മാത്രം ചെയ്താൽ മതി. ട്രെയിനിങ് മോഡിൽ ഇങ്ങനെ ചെയ്താൽ മതി. അത് ട്രാക്സസിൻ്റെ ESCയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതിപ്പോൾ പല ESCയും വരുന്നുണ്ട്. പക്ഷേ ട്രാക്സസിൻ്റെ ഏറ്റവും ചെറിയ കുറഞ്ഞ കാറിൽ പോലും ഈ ഒരു സംഭവം കാണാൻ ഉണ്ട്. അതായത് നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ഒരു ചാനലിൽ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ട്രാക്സസ് ടീറ്റോൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ, അതായത് ട്രാക്സസിൻ്റെ സ്റ്റാർട്ടിങ് വണ്ടിയാണത്. അതിൽ വരെ ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ESCയുടെ പ്രത്യേകത. അന്ന് ഇത് പറഞ്ഞിട്ടുണ്ട് 3 മോഡുള്ള സംഭവം. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവട്ടെ, അത് വേറെ ലെവല് സാധനമാണ്. ഇനി നമുക്ക് പഴയ പോലെ നമ്മുടെ സ്പോർട്ട് മോഡിലോട്ട് തന്നെ ആക്കാം. യെസ്, ഒന്ന് ബ്ലിങ്ക് ചെയ്തു, നിന്നു. യെസ്, ഗൈസ് കയറ്റി തങ്ങി പോടേ. ഓ ഗൈസ് ചെളിയാണ്ടോ ഫുള്ള്. നമ്മൾ താന്നു കൂട്ടാൻ മിക്കാറും. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അതിനിടക്ക് ഒരുത്തൻ പോട്ടെ. ഓ ഗൈസ് കമോൺ, തങ്ങി പോട്ടെ. ഓ ഗൈസ് രക്ഷപ്പെട്ടു. പൊളി. എങ്ങനെ നടന്നേച്ചാണ് എത്ര വട്ടം വെള്ളം തന്ന്. കേട്ടണല്ലോ. കമോൺ കയറു. കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. യെസ്, കാറ് പോയി, നമ്മൾ വെട്ട് താന്നു പോയി കഴിഞ്ഞാൽ തീർന്നിട്ടാ. ഓ ഇതവിടെ മരിച്ചളി, എനിക്ക് ചാടിച്ചേക്കാം.
പരിപാടി എന്താ? വണ്ടി ഓടിച്ച് കളിക്കണു. വേറെ എന്താ പരിപാടി? വീട്ടിലിരിക്കുന്നത്. എന്തൊരു സൗണ്ടില്ല, അതിൻ്റെ അടിയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട്. ചാർജ് കയറുന്നു. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ചാർജ് കയറുന്നു കേട്ടോ. വെടിക്കെട്ട് കയറുന്നു. ഇപ്പൊ ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ട് ഓടിക്കണ്ടല്ലേ? നമ്മുടെ വണ്ടിയുടെ ചാർജ് കയറുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകണേട്ടോ. ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. കാക്കനാടാണ് കേട്ടോ നമ്മുടെ സ്ഥലം. ഒരുപാട് പേര് സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ പിന്നെ എന്തായിരുന്നു ഇവിടെ? എന്താടാ, അന്ന് ബോട്ട് ഓടിച്ചില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ